75-ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാജ്യം വർണ്ണാഭമായ ചടങ്ങുകളിലൂടെ പുരോഗമിക്കുകയാണ്. ഡൽഹി കർത്തവ്യപഥിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തും 10:30. ഇപ്പോൾ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലേക്ക്. When one realizes that the state of diversity of living things is rooted in the one, and that their manifestation is also from that one alone, then one becomes identified with the supreme soul or supreme truth. That realization alone can infuse energy and wealth of spirit into our activities as we await the dawn of a greatly progressive and extraordinarily powerful India. Elavarkum Oracle Kudi, Ende Republic Dina Asham Sakal, Loka Savasta Sukhino Bhavantu, Valre Nanni, Jai Hind. Thank you, sir. ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ റിപ്പബ്ലിക് ദിന സന്ദേശ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നു. എൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കേരളത്തിലെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ സമുചിതമായി നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് സലീം മാലിക് നമുക്കൊപ്പം ചേരുന്നു. സലീം മാലിക്, വിവരങ്ങൾ പറയൂ. അല്പസമയം മുൻപാണ് ഗവർണറുടെ ഈ റിപ്പബ്ലിക് ദിന സന്ദേശം അവസാനിച്ചത്. ഈ സന്ദേശത്തിൽ വിവിധ കാര്യങ്ങൾ, അത് കേന്ദ്ര സർക്കാരിന് പ്രശംസയും ഒപ്പം തന്നെ കേരള സർക്കാരിനെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്ന നിലയിലുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ നിലയിൽ ഓരോ പദ്ധതികളും, കേന്ദ്ര സർക്കാരിന്റെ ഓരോ പദ്ധതികളും വികസന നേട്ടങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഗവർണർ ഈ റിപ്പബ്ലിക് ദിന സന്ദേശം നടത്തിയത്. പ്രത്യേകിച്ചും നടത്തിയ ഓരോ പരിപാടികൾ, നരേന്ദ്രമോദി ഇന്ത്യയെ സൂപ്പർ പവറാക്കാനുള്ള പരിശ്രമത്തിലാണ്. അത് ഇന്ത്യയിലെ സ്വതന്ത്ര സമര സേനാനികൾ ഉൾപ്പെടെയുള്ളവർ കണ്ട സ്വപ്നത്തിലേക്കാണ് നരേന്ദ്രമോദി ഇന്ത്യയെ നയിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യയിലൂടെ വന്ദേ ഭാരതും കൊച്ചി വാട്ടർ മെട്രോയും യാഥാർത്ഥ്യമായി. മാത്രമല്ല, വികസിത സങ്കല്പ യാത്ര, കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നു. അങ്ങനെയുള്ള വിവിധ പ്രകീർത്തനങ്ങളായിരുന്നു ഈ 10 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ നിരവധിയായി ഉണ്ടായിരുന്നതും. ഒപ്പം സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള വിവിധ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകൾ അക്കാദമിക മേഖലയെ മലിനമാക്കുന്നു. ബാഹ്യ ഇടപെടലില്ലാത്ത സ്വതന്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് അനിവാര്യമാണ് എന്നുകൂടി ഗവർണർ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, വിയോജിപ്പുകൾ, ഈ സംസ്ഥാനത്ത് നടന്ന അക്രമങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ വിയോജിപ്പുകൾ അക്രമത്തിലേക്ക് പോകുന്നത് ജനാധിപത്യത്തെ വഞ്ചിക്കലാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആരോഗ്യകരമായ ജനാധിപത്യത്തെ കേരളം പ്രോത്സാഹിപ്പിക്കണം. വിയോജിപ്പുകൾ അക്രമത്തിലേക്ക് പോകുന്നത് ജനാധിപത്യത്തിനെ വഞ്ചിക്കലാണ്. അധികാരത്തിന് വേണ്ടിയുള്ള ആന്തരിക മത്സരങ്ങൾ ഭരണനിർവഹണത്തെ ബാധിക്കരുത് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഗവർണറുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അവിടെ റിപ്പബ്ലിക് ദിന ആഘോഷം പ്രമാണിച്ചുള്ള കുട്ടികളുടെ കോറൽ സിംഗിങ് നടക്കുകയാണ്. ഇത് വീക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി വി ശിവൻകുട്ടി, അതേപോലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാജ്യ തലസ്ഥാനത്തും ആഘോഷ പരിപാടികൾ സമുചിതമായി മുന്നേറുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ 10:30 രാഷ്ട്രപതി ചടങ്ങിന് എത്തിച്ചേരും. രാഷ്ട്രപതി പതാക ഉയർത്തും, റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകുന്നുണ്ട്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. രാധാകൃഷ്ണൻ, രാജ്യ തലസ്ഥാനത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? പറയൂ വിവരങ്ങൾ. ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഇപ്പോൾ ഈ റിപ്പബ്ലിക് ദിന ആഘോഷം നടക്കുന്ന കർത്തവ്യപഥിലെ ഇരിപ്പിടങ്ങളിൽ എല്ലാവരും ഉപവിഷ്ടരായിട്ടുണ്ട്. രാഷ്ട്രപതി അല്പസമയത്തിനകം രാഷ്ട്രപതി ഭവനിലെ ഫോർ കോർട്ടിലേക്ക് എത്തും. അവിടെ നിന്നാണ് രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള രാഷ്ട്രപതിയുടെ പ്രയാണം കർത്തവ്യപഥിലേക്ക് ആരംഭിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ രാഷ്ട്രപതിയുടെ ഒപ്പം ഉണ്ടാകും. മുഖ്യാതിഥി ഫ്രഞ്ച് പ്രസിഡന്റാണ്. 90 അംഗ ഫ്രഞ്ച് സൈനിക സംഘവും ഈ പരേഡിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വർണ്ണാഭമായിട്ടുള്ള റിപ്പബ്ലിക് ദിന ആഘോഷം തുടങ്ങാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുകയാണ്. രാഷ്ട്രപതി ഈ ഫോർത്ത് കോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അത്
ഒരു 10:30 കൂടിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ഉണ്ടാകുക എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആ ചടങ്ങുകളുടെ ആരംഭമാകും. ഈ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യമാണ്. അദ്ദേഹം ഇപ്പോൾ സൈനികരുടെ സ്മരണാർത്ഥം നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവരുടെ ജീവിതം ബലിയർപ്പിച്ച ധീര സൈനികർക്കുള്ള ആദരാഞ്ജലി അർപ്പിക്കാനായിട്ട് അദ്ദേഹം യുദ്ധസ്മാരകത്തിലേക്ക് എത്തിച്ചേരും. യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിക്കും. അതോടുകൂടിയാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡുകൾക്ക് തുടക്കമാകുന്നത്. ഇത്തവണത്തെ പരേഡിന് വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തിൽ ഏറ്റവും ആദ്യത്തേത് നാരി ശക്തി എന്ന സന്ദേശം നമ്മളത് പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലാണ് നമ്മുടെ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരേഡിന്റെ പ്രധാനപ്പെട്ട എല്ലാ നിയന്ത്രണങ്ങളും വനിതകളുടെ നേതൃത്വത്തിലുള്ള വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് 3 പേരുടെ സാന്നിധ്യമാണ്. അതിൽ ഒന്ന് ഈ തൃശൂർ ചാലക്കുടി സ്വദേശിയായിട്ടുള്ള ഡൽഹി നോർത്ത് ഡിസ്ട്രിക്ട് അഡീഷണൽ DCP ശ്വേത സുഗതൻ ആണ് 147 അംഗ ഡൽഹി പോലീസ് സംഘത്തെ നയിക്കുന്നത് എന്നതാണ്. CRPF സംഘത്തെ നയിക്കുന്നത് മലയാളിയായിട്ടുള്ള മേഘ നായരാണ്. ഒപ്പം നാവികസേനാ സംഘത്തിന്റെ മുൻനിരയിൽ 3 പ്ലാറ്റൂൺ കമാൻഡർമാരിൽ ഒരാൾ തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിയായിട്ടുള്ള H ദേവികയാണ്. വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു. വർണ്ണാഭമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക സൈനിക പാരമ്പര്യവും പ്രൗഢിയും വിളിച്ചോതുന്ന പരേഡ് അല്പസമയത്തിനകം നടക്കും. 10 താങ്ക് യു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പരേഡ് ഔദ്യോഗികമായി ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇടുക്കിയിൽ ഇന്ന് റിപ്പബ്ലിക് ദിന പതാക ഉയർത്തിയത് മന്ത്രി റോഷി അഗസ്റ്റിനായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നേരത്തെ തന്നെ നടന്ന ചടങ്ങാണ്. ഇടുക്കിയിൽ പതാക ഉയർത്തിയതും റിപ്പബ്ലിക് ദിന പതാക ഉയർത്തിയതും അതുപോലെ പരേഡ് വീക്ഷിച്ചതും അഭിവാദ്യങ്ങൾ സ്വീകരിച്ചതുമെല്ലാം മന്ത്രി റോഷി അഗസ്റ്റിനാണ്. ജലസേചന വകുപ്പ് മന്ത്രിയാണ്.